അസ്സലാമലൈക്കും. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ നിർത്തിയത്. അപ്പൊ ഞങ്ങൾ വീണ്ടും ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങുകയാണ്. അപ്പൊ പഴയതുപോലെ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യാലോ. അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്റെ ഉമ്മിയുടെ സ്പെഷ്യൽ സേമിയ കൊണ്ടൊരു അഡാർ ഐറ്റം ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതേ നമ്മള് സേമിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളത് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ സേമിയ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചിട്ട് ഒന്ന് ഒടിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവനും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാം ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കേസരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പൊ ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 1.5 ലിറ്റർ പാലാണ്. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. പാലൊന്ന് തിളച്ച് വന്നു. ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പൊ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സേമിയ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള ഒരേ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കാഷ്യൂവും കിസ്മിസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതാണ്. നമുക്ക് ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനും കിസ്മിസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ കൂട്ടുകാര് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമുക്ക് റെസിപ്പി ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ബെല്ലൈക്കൺ എന്ന ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും നമ്മുടെ സേമിയയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യാ, പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ സേമിയ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ബൗൾസിലാണ്. ഞാൻ ഇവിടെ ഒരു 5 ബൗളിലായിട്ടാണ് സെറ്റ് ആക്കി എടുക്കുന്നത്. നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. നമുക്കിത് സെറ്റ് ആക്കിയിട്ട് ഒരു തണുത്തൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഡെസേർട്ട് ആയിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 5 ബൗളിലാക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് സെറ്റ് ആക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രീസ് ആക്കി വെക്കണം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ വെച്ചാലും മതി. നമ്മൾ കുറെ നേരം വെക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു ടൈമെങ്കിലും ഇത് ട്രൈ ചെയ്യാതെ പോയത് വലിയ നഷ്ടമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്താലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.